പ്രവാസലോകത്തെ വാർത്തകൾ. UAE-യിൽ പണമിടപാട് നടത്താൻ ബയോമെട്രിക് പേയ്മെന്റ് രീതി വരുന്നു. സുരക്ഷ, പ്രവർത്തനക്ഷമത, വേഗത എന്നിവ ഉറപ്പുവരുത്തുന്നതിനായുള്ള പരീക്ഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മുഖം കാണിച്ച് പണയിടപാടുകൾ നടത്താൻ കഴിയുന്ന ബയോമെട്രിക് പേയ്മെന്റ് രീതി UAE-യിൽ വരുന്നു. UAE സെൻട്രൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു നൂതന സാങ്കേതികവിദ്യ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരീക്ഷണഘട്ടത്തിലുള്ള പദ്ധതി വൈകാതെ രാജ്യത്ത് നടപ്പിലാക്കാനാണ് തീരുമാനം. UAE-യുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ തുടക്കമിട്ടുകൊണ്ടാണ് പുതിയ ബയോമെട്രിക് പേയ്മെന്റ് സംവിധാനം സെൻട്രൽ ബാങ്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ബാങ്ക് കാർഡോ പണമോ കൈവശമില്ലെങ്കിലും ഉപഭോക്താക്കൾക്ക് മുഖമോ കൈപ്പത്തിയോ സ്കാൻ ചെയ്തുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയുന്നതാണ് പുതിയ സംവിധാനം. സെൻട്രൽ ബാങ്കിന്റെ ഇന്നൊവേഷൻ ഹബ്ബും നെറ്റ്വർക്കും ഇന്റർനാഷണലും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടുതൽ സുരക്ഷിതവും ലളിതവുമായ ഡിജിറ്റൽ ഇടപാടുകൾ സാധ്യമാക്കുക എന്നാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 5 വർഷത്തിനുള്ളിൽ 20,000 ജീവനക്കാരെ നിയമിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻസ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് സുവർണാവസരം. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20,000 ജീവനക്കാരെ കൂടി നിയമിക്കാനാണ് ദുബായിയുടെ മുൻനിര വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസിന്റെ പദ്ധതി. ക്യാബിൻ ക്രൂ, പൈലറ്റുമാർ, എഞ്ചിനീയർമാർ, ടെക്നീഷ്യന്മാർ, ഗ്രൗണ്ട് സ്റ്റാഫുകൾ തുടങ്ങി വിവിധ തസ്തികകളിലാണ് നിയമനം. വരും വർഷങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ എത്തുകയും അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് മികച്ച അവസരമാണ് കൈവന്നിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിലെ കണക്കുകൾ പ്രകാരം 1,24,000 ജീവനക്കാരാണ് എമിറേറ്റ്സിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.